അസ്സലാമു അലൈക്കും. ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ വളരെ സങ്കടത്തോടു കൂടിയാണ് നമ്മൾ ഏവരും ഈ വാർത്ത കേട്ടത്. ഉത്തർപ്രദേശിലെ പാന്ത എന്ന സ്ഥലത്തുള്ള 33 വയസ്സ് പ്രായം വരുന്ന ഒരു മുസ്ലിം പെൺകുട്ടിയാണ് ഷഹസാദി എന്ന് പറയുന്ന ഈ കുട്ടി. സാധാരണക്കാരിൽ സാധാരണക്കായ ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു പാവം മോളായിരുന്നു ഈ ഷഹസാദി എന്ന് പറയുന്ന കുട്ടി. ഒരു ഉപ്പയും ഉമ്മയും മാത്രം അടങ്ങുന്നതായിരുന്നു കുടുംബം. എന്നാൽ ചെറുപ്പത്തിൽ തന്നെ അടുക്കളയിൽ പണിയെടുക്കുന്നതിൻ്റെ തിരക്കിൽ പൊള്ളലേൽക്കുകയും അതിൻ്റെ പാടുകളെല്ലാം ഇപ്പോഴും അവരുടെ മുഖത്ത് കാണാമായിരുന്നു. അതിനുശേഷം തൻ്റെ ഈ സൂക്കേടും അതുപോലെ തന്നെ ഈ ഉമ്മായും ഉപ്പായും നോക്കാനും തങ്ങളുടെ ജീവിതം ഒന്ന് ത്വരിതപ്പെടുത്താനും വേണ്ടി ആ കുട്ടി ഒരുപാട് പണികൾ അന്വേഷിച്ചു, ഒരുപാട് ജോലികൾ അന്വേഷിച്ചു. അതിനുശേഷമാണ് സ്വന്തം നാട്ടുകാരനായ ഉസൈർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായി പരിചയപ്പെടുന്നത്. ഉസൈർ എന്ന് പറയുന്ന വ്യക്തി ഈ കുട്ടിയെയും കൊണ്ട് ആഗ്രയിലേക്ക് പോവുകയാണ്. അവിടെ ആ ഷഹസാദി എന്ന് പറയുന്ന കുട്ടി വഞ്ചിക്കപ്പെടുകയായിരുന്നു. അവിടെ നിന്ന് അത് കുടുംബക്കാരുടെ അടുത്ത ഒരു ബന്ധുവിന് ആ കുട്ടിയെ വിൽക്കുകയായിരുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അത് മനുഷ്യക്കടത്ത് ആണ് എന്ന് വരെ വാർത്തകൾ വന്നിട്ടുണ്ട്. അതിനുശേഷം ആഗ്ര സ്വദേശിയായ ആ വ്യക്തി ഈ ഷഹസാദി എന്ന് പറയുന്ന പെൺകുട്ടിയെയും കൂട്ടി UAE പോവുകയാണ്. അവിടെ UAE അവരുടെ കുട്ടികളെ നോക്കലായിരുന്നു ജോലി. അതിനിടയിൽ ആണ് 4 മാസം പ്രായം വരുന്ന ഒരു കുട്ടി അവിടെ നിന്ന് മരണപ്പെടുന്നത്. എന്നാൽ ഈ മരണകാരണം ഷഹസാദി ഈ കുട്ടികളെ കൊന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ കേസ് കൊടുക്കുകയാണ് ദുബായ് കോടതിയിൽ. അതിനുശേഷം ദുബായ് കോടതി ഈ ഷഹസാദി എന്ന് പറയുന്ന ഈ പാവപ്പെട്ട ഈ പെൺകുട്ടിയെ മരണത്തിന് വിധിക്കുകയാണ്. എന്നാൽ അതിനുശേഷം തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിച്ചതിന് ശേഷം ആ കുട്ടിയോട് എന്തെങ്കിലും അവസാനമായിട്ട് ആഗ്രഹമുണ്ടോ എന്ന് ആ കുട്ടിയോട് അവിടുത്തെ ജയിലധികൃതർ ചോദിക്കുകയാണ്. എന്നാൽ ഉണ്ട്, എനിക്ക് അവസാനമായി എൻ്റെ വാപ്പയെയും ഉമ്മയെയും ഒന്ന് ഫോണിൽ വിളിക്കണമെന്നാണ് ആ കുട്ടി പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അങ്ങനെ ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുന്നു. അവസാനമായി ആ വാപ്പയെ വിളിച്ചുകൊണ്ട് ആ കുട്ടി പറയുന്നു, ഉപ്പ, ഇത് എൻ്റെ അവസാനത്തെ ഫോൺ കോളായിരിക്കാം. ഇനി എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇനി അടുത്തൊരു ഫോൺ കോൾ ഉണ്ടാകുമോ എന്ന് എനിക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. ഇത് മിക്കവാറും അവസാനത്തെ ഫോൺ കോൾ ആയിരിക്കുമെന്ന് ആ കുട്ടി ഉപ്പയോട് പറയുകയാണ്. എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണമെന്ന് കൂടി ആ കുട്ടി ഉപ്പയോട് അഭ്യർത്ഥിക്കുകയാണ്. എന്നാൽ ഇത് അവസാനത്തെ ഒരു ഫോൺ കോൾ തന്നെയായിരുന്നു. അതിനുശേഷം ആ കുട്ടി വിളിച്ചിട്ടില്ല. അങ്ങനെ ആ കുട്ടിയുടെ വധശിക്ഷ UAE കോടതി നടപ്പിലാക്കിയിരിക്കുന്നു. സ്വദേശി ഷഹസാദി ഖാന്റെ വധശിക്ഷ UAE നടപ്പാക്കിയത് കഴിഞ്ഞ മാസം 15-നാണ്. എന്നാൽ ഇന്ത്യയെ ഇക്കാര്യം അറിയിച്ചത് 28-നാണെന്ന് വിദേശകാര്യ മന്ത്രാലയം ദില്ലി ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. 24 മണിക്കൂറിനുള്ളിൽ തന്റെ വധശിക്ഷ നടപ്പാക്കുമെന്ന് ഷഹസാദി ഖാൻ വീട്ടുകാരെ ടെലിഫോൺ വിളിച്ചറിയിച്ചിരുന്നു. അവസാന ആഗ്രഹമെന്ന നിലയ്ക്കാണ് ഈ ഫോൺ വിളിക്ക് UAE അധികൃതർ അനുമതി നൽകിയതെന്നാണ് സൂചന. UPയിലെ തന്നെ ആഗ്രയിലെ ഒരു കുടുംബത്തോടൊപ്പമാണ് ഷഹസാദി കെയർ ഗീവറായി അബുദാബിയിലേക്ക് പോയത്. 4 മാസം പ്രായമായ കുഞ്ഞ് മരിച്ചതിൽ തനിക്ക് പങ്കുണ്ടെന്ന് ഷഹസാദിയുടെ വീഡിയോ തെളിവാക്കിയാണ് കോടതി വധശിക്ഷ നൽകിയത്. എന്നാൽ വീട്ടുകാർ ഈ വീഡിയോ ഭീഷണിപ്പെടുത്തി റെക്കോർഡ് ചെയ്തു എന്നാണ് ഷഹസാദിയുടെ കുടുംബം ആരോപിക്കുന്നത്. 33-കാരിയായ ഷഹസാദി ഖാന്റെ സംസ്കാരം നാളെ UAE തന്നെ നടക്കും. ഫെബ്രുവരി 14 ആ കുട്ടി എൻ്റെ ഈ അവസാന കോളായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഉപ്പായെ വിളിച്ചത്. അതിനുശേഷം ഉപ്പ വീട് വിട്ട് ഇറങ്ങുകയാണ്. മുട്ടാത്ത വാതിലുകളില്ല, അധികൃതരുടെ മുന്നിൽ എല്ലാം പോയി തൻ്റെ മകളെ രക്ഷിക്കണമെന്ന് താണു കേണ് ആ വ്യക്തി അപേക്ഷിക്കുകയാണ്. അതിനുശേഷം ഇന്ത്യൻ എംബസി ഇടപെട്ടിട്ടുണ്ടെന്നും തീർച്ചയായും ദയാഹർജിയും മറ്റു കാര്യങ്ങളും എല്ലാം നൽകുന്നതാണ് എന്നും വൈകാതെ തന്നെ തീരുമാനം ഉണ്ടാകുമെന്ന് അധികൃതർ ഈ വാപ്പയെ അറിയിക്കുകയാണ്. ആ വാപ്പ ആ കാര്യങ്ങൾ കേട്ടുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് നടക്കുകയാണ്. അതിനുശേഷം ഏകദേശം ഫെബ്രുവരി 18 കൂടിയാണ് ഇതിനുള്ള മറുപടി ആ ഉപ്പാക്ക് ലഭിക്കുന്നത്. ഫെബ്രുവരി 18 ഉപ്പാക്ക് ലഭിക്കുന്ന മറുപടി എന്ന് പറഞ്ഞാൽ തങ്ങളുടെ മകളുടെ മരണ വാർത്തയാണ്. ഏതൊരു ഉപ്പാക്കും ഉമ്മാക്കും സഹിക്കുന്നതിന് അപ്പുറമായിരുന്നു അത്. ആ കുടുംബത്തെ ഒന്ന് സഹായിക്കാനോ അവരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ അബ്ദുറഹീമിൻ്റെ കാര്യത്തെ പോലെ അവരെ സംരക്ഷിക്കാൻ വേണ്ടി സംഘടനകളോ രാഷ്ട്രീയ പാർട്ടികളോ അതുപോലെ തന്നെ കോടികൾ മുടക്കി വിമാനം പറന്ന് വരാനുള്ള വക്കീലന്മാരോ ഒന്നും തന്നെ ആ കുടുംബത്തിന് ഉണ്ടായിരുന്നില്ല. അബ്ദുറഹീമിൻ്റെ കാര്യത്തിൽ മറിച്ചായിരുന്നു സംഭവിച്ചതെങ്കിൽ ഈ പാവപ്പെട്ട കുടുംബത്തിനെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ വേണ്ടി ഒരു സംഘടനയും തയ്യാറായിരുന്നില്ല. ഏകദേശം അബ്ദുറഹീമിൻ്റെ കുറ്റവും അതുപോലെ തന്നെ ഈ ഷഹസാദി എന്ന് പറയുന്ന UPക്കാരത്തിയുടെ കുറ്റവും ഏകദേശം ഒരുപോലെ തന്നെയാണ്. രണ്ടും അശ്രദ്ധ കൊണ്ട് കുട്ടികൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കുകയും അവസാനം
കൊലക്കുറ്റത്തിന് അവർക്കെതിരെ കേസെടുക്കുകയും അവസാനം മരണശിക്ഷ കോടതി വിധിക്കുകയുമാണ് ഉണ്ടായത്. ഈ ഷഹസാദി എന്ന് പറയുന്ന ഈ കുട്ടിയുടെ കാര്യത്തിൽ അവർ അബുദാബിയിൽ ഈ കുട്ടിയെ നോക്കുന്ന സമയത്തിന് ഇടയ്ക്ക് ആ കുട്ടിക്ക് വാക്സിൻ എടുക്കുകയും അതിനുശേഷം കുട്ടിക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും അതിനുശേഷം ആ കുട്ടി മരണപ്പെടുകയുമാണ് ഉണ്ടായത്. അതിനുശേഷം ആ കുടുംബനാഥൻ എങ്ങനെയാണ് തൻ്റെ കുട്ടി മരണപ്പെട്ടത് എന്ന് ചോദിച്ചുകൊണ്ട് ഷഹസാദി എന്ന് പറയുന്ന ഈ പാവപ്പെട്ട പെൺകുട്ടിയെ ഒരുപാട് മർദ്ദിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് കയർക്കുകയും ഒരുപാട് ദേഹോപദ്രവങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവസാനം ഈ ഷഹസാദി എന്ന് പറയുന്ന ഈ പെൺകുട്ടി പറയുകയാണ്, ഞാനാണ് ആ കുട്ടിയെ കൊന്നത് എന്ന്. എന്നാൽ വളരെ ബുദ്ധിപൂർവം ഈ വീട്ടുകാർ ഇതെല്ലാം ഒരു വീഡിയോയിൽ പകർത്തുകയും അത് തെളിവായിട്ട് കോടതിയിൽ കൊണ്ടുവച്ച് സമർപ്പിക്കുകയുമാണ് ചെയ്തത്. കോടതി അത് തെളിവായിട്ട് അംഗീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷഹസാദിക്ക് തൂക്കുകയർ വിധിക്കുകയും ചെയ്തത്. എന്നാൽ തൻ്റെ നിവൃത്തികേട് കൊണ്ടാണ് താൻ അത് പറഞ്ഞത് എന്നും യാതൊരു രക്ഷയും എനിക്കില്ലാത്തത് കൊണ്ട് പറഞ്ഞു പോയതാണ് എന്ന് വീഡിയോയിൽ പറഞ്ഞു പോയതാണ് എന്ന് ആ കോടതിയിൽ സമർത്ഥിക്കാൻ വേണ്ടി കാര്യമായ വക്കീലുകളോ അതിനുള്ള പ്രവർത്തനങ്ങളോ അത് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ പറ്റിയ ആൾക്കാരോ ഒന്നും തന്നെ നമ്മുടെ ഷഹസാദി എന്ന് പറയുന്ന ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം ആ കുട്ടിയുടെ മരണവാർത്തയാണ് നമ്മൾ അറിഞ്ഞത്. ആ കുട്ടിക്ക് പടച്ച തമ്പുരാൻ പരലോക ജീവിതം സുഖപ്രദമാക്കി കൊടുക്കുകയും അതുപോലെ തന്നെ അവരുടെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കുകയും ചെയ്യട്ടെ എന്ന് മാത്രമേ നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വളരെ വിഷമം നിറഞ്ഞ മറ്റൊരു കേസായിരുന്നു നമ്മുടെ അബ്ദുറഹീമിൻ്റെത്. അബ്ദുറഹീമിൻ്റെ സിറ്റിംഗ് 9ാമത്തെ തവണയും ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് കേൾക്കാൻ വേണ്ടി സാധിച്ചത്. ഇന്ന് റിയാദ് കോടതി കേസ് പരിഗണിച്ചപ്പോൾ ഇവിടുത്തെ ആഭ്യന്തര മന്ത്രാലയത്തോട് കേസിൻ്റെ ഹാർഡ് ഡിസ്ക് ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് 9ാമത്തെ തവണയും മാറ്റിവെക്കുന്നതാണ് കണ്ടത്. എന്നാൽ കേസ് വൈകുന്നു എന്ന് കാണിച്ചുകൊണ്ട് അബ്ദുറഹീമിൻ്റെ വക്കീലും അതുപോലെ തന്നെ കുടുംബത്തിൽ വേണ്ടപ്പെട്ട ആൾക്കാരും ചേർന്ന് റിയാദ് ഗവർണറെ കാണുകയും അവരുടെ അവലാതി അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ എത്രയും പെട്ടെന്ന് നമ്മുടെ അബ്ദുറഹീമിന് തിരിച്ച് നാട്ടിലേക്ക് വരാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് റബ്ബുൽ ഇസ്സത്തായ പടച്ച തമ്പുരാനോട് തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതുപോലെ ഇനിയൊരു മാലാഖയായിട്ട് തന്നെ പുനർജന്മം ജനിക്കട്ടെ നമ്മുടെ ഷഹസാദി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് എന്ന് നമുക്ക് ആശ്വസിക്കാം. തീർച്ചയായിട്ടും അവർക്കും ഈ അബ്ദുറഹീം എന്ന് പറയുന്ന വ്യക്തിക്കും വേണ്ടി ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ നമുക്ക് എല്ലാവർക്കും പടച്ച തമ്പുരാനോട് ആത്മാർത്ഥമായി നമുക്ക് ദുആ ചെയ്യാം. തീർച്ചയായിട്ടും ഈ റമദാൻ മാസം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എല്ലാം ഉത്തരം കിട്ടുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും കഴിവിൻ്റെ പരമാവധി അവരുടെ ദുആയിൽ ഇവരെ രണ്ടാളുകയും നമ്മൾ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഈ പാവപ്പെട്ട ഷഹസാദി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കബറിടം അള്ളാഹു സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.